അപ്പോൾ അതാ നമ്മളെ ചിക്കൻ പാർട്സ് ഉമ്മ വാങ്ങി തന്നതാണ് കേട്ടോ. എനിക്ക് ഇത് നല്ലോണം വൃത്തിയിൽ കഴുകി വെച്ചാൽ മാത്രമേ ഞാനിത് കഴിക്കുള്ളൂ കേട്ടോ. വേറെ ആരും എവിടുന്ന് വെച്ചാലും ഞാൻ ഈ ഒരു സാധനം കഴിക്കൂല. എന്നെങ്കിലുമൊക്കെ ഇത് കഴിക്കുള്ളൂ. സ്ഥിരമായിട്ട് ഞാനിത് കഴിക്കൂല കേട്ടോ. സ്ഥിരമായിട്ട് വീട്ടിൽ സാധനം കൊണ്ടുവരലുമില്ല. നമ്മളിത് നന്നാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇതിലൊരുപാട് അഴുക്കുകളുണ്ട്. അതൊക്കെ ഞാൻ വരണ്ട്. ഇതിലൊരു കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടി നല്ലോണം കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി ഇതിലുള്ള ആ കൊഴുപ്പൊക്കെ കളഞ്ഞിപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കറി വെച്ചാൽ നല്ല സൂപ്പറായിട്ട് വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഒന്ന് എന്താ പറയുക, ഈ ചിക്കൻ്റെ ഈ പാർട്സിൻ്റെ മുകളിലൊക്കെ ഉള്ള നെയ്യിൻ്റെ കട്ടകളൊക്കെ എടുത്ത് വലിച്ച് കളഞ്ഞ് അതിൻ്റെ അകവും പുറമൊക്കെ വരണ്ടി അകത്തുള്ള കൊഴുപ്പൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ചിക്കൻ പാർട്സ് ഉണ്ടാക്കി വെക്കൊണ്ടിട്ടോ. ചെറിയുള്ളി ഒന്നും കൂടെ ചതച്ചാൽ മതി, നല്ലോണം ചതയേണ്ട അരയേണ്ട കേട്ടോ. അങ്ങനെ ഈ ഉള്ളികൾ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് കീറിയിട്ടാൽ മതി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ചതക്കുക. പച്ചമുളക് ചെറുതാക്കിയിട്ടൊന്ന് കീറിയിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കൽ. ചെറിയുള്ളി എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. കാരണം ഈ ചിക്കന് ചൂടാണല്ലോ അല്ലേ, ചെറിയുള്ളി തണുപ്പും പിന്നെ ടേസ്റ്റും കൂട്ടും കേട്ടോ ചിക്കനിൽ ഈ ചെറിയുള്ളി ഇട്ടാൽ. ഇപ്പോൾ അതാ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിതിൽ മല്ലിപ്പൊടി ഇടുന്നില്ലേ, ഒരു പിടി കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മളെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ്റെ പാർട്സ് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം കൈ വെച്ചിട്ട് തിരുമ്പി നല്ല പോലെ ഒന്ന് അങ്ങോട്ട് കുഴച്ച് പറ്റിയെങ്കിൽ ഒരു 10 മിനിറ്റ് അവിടെ വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് അടുപ്പത്ത് വെക്കാനേ. അപ്പോൾ അതാ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടൊന്നുമില്ല. അടുപ്പ് കത്തിച്ചിട്ട് വേണത് വെക്കാൻ. കത്തി പിടിക്കുമ്പോഴത്തേന് ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ആവുമല്ലോ. അപ്പോൾ അതൊന്ന് നല്ലോണം മസാലയൊക്കെ ഒന്ന് കുഴച്ച്, കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് തരിതരിയായിട്ട് പൊടിച്ചത് കുറച്ച് ഇട്ടോളൂ കേട്ടോ. കാരണം ഇവിടെ തരിതരിയായിട്ട് പൊടിച്ച കുരുമുളക് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് പൊടിച്ച പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും ഇതിക്ക് ടേസ്റ്റ് നമ്മളെ ഈ കുരുമുളക് തരിതരിയായിട്ട് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ പെരുംജീരകം തന്നെ നൈസ് പൊടി വേണ്ട, തരിതരിയായിട്ട് പൊടിച്ചതാണ് ഇതിക്ക് ടേസ്റ്റ് കൂട്ടട്ടോ. അപ്പോൾ അത് ഇത്രയും മസാലകൾ ഇട്ട് നമ്മളെ ചിക്കൻ പാർട്സ് നല്ലോണം നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ട് നമുക്ക് പിന്നെ എന്താ പറയുക, ഇത് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ വേവിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് കുറച്ച് നേരമായി, ഒരു 10 മിനിറ്റ് ആയിട്ട് അത് വെച്ചിട്ട് കണ്ടോ, ഒരു 10 മിനിറ്റായി. അപ്പോൾ നമ്മളെ തെയ്യൊക്കെ ഞാൻ കത്തി പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. ഈ വെളിച്ചെണ്ണയിൽ കടന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ പോരട്ടോ, നല്ലോണം ഓരി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. കൈ കൊണ്ട് ഇളക്കുകയാണെങ്കിൽ അങ്ങനെ ഇളക്കണേ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതാണ് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ അടുപ്പത്ത് വേവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ സാവധാനം ഇങ്ങനെ ചാമ്പി കടന്ന് വെന്ത് കിട്ടണേ. അപ്പോൾ പിന്നെ നല്ലോണം വെന്ത് വറ്റി ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ചിക്കൻ പാർട്സ്. അപ്പോൾ സാവധാനം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പെട്ടെന്നൊന്നും വേവിക്കരുത്, സാവധാനം വേവിച്ചെടുക്കണം. ഇത് ചപ്പാത്തിക്കും ചോറുക്കൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാനും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി കഴിക്കാൻ. അപ്പോൾ അത് ചപ്പാത്തിക്കാണ് ഞാനിത് കൂട്ടാൻ പോണത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെയൊക്കെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ കുറേ സമയം ഞാനിത് ചിക്കന് നന്നാക്കണത് പാർട്സ് നന്നാക്കുമ്പോൾ ഞാൻ സംസാരിക്കണില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ തോടിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ തോട് കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെറും വെള്ളത്തിൻ്റെ സൗണ്ട് ആയിരുന്നു. അപ്പോൾ അവിടെ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ചിക്കൻ നന്നാക്കണതാണ് അധികം ഇതിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നും മുഷിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരും. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അമർത്തുക. അപ്പോഴേ ഞാനിവിടെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും മറക്കാതെ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോ ചെയ്തത്. കമൻറ്റിലുണ്ടായിരുന്നു തോട് കുറച്ച് നേരം കാണിക്കണം. പിന്നെ നമ്മളെ ചിക്കൻ പാർട്സ് നന്നാക്കി കഴിഞ്ഞത് തോട് കാണാതെ കഴിഞ്ഞ ലാസ്റ്റിലാണ് ഞാൻ അങ്ങനെ
ഫ്രണ്ടിൽ കുറേ സമയം ഞാൻ ചിക്കൻ നന്നാക്കണം വിട്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു അനാഥാലയത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വൃദ്ധസദനത്തിലേക്ക് പോകുന്നുണ്ട്. ആ വീഡിയോയുമായിട്ടാണ് ഞാൻ അടുത്തത് നിങ്ങളെ കാണുക. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം അടുത്തതായിട്ട് വരുന്ന വീഡിയോ നമ്മുടെ കാളികാവ് ഉണ്ട്, ഒരു അഗതി മന്ദിരം അനാഥാലയം, അതിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇടുന്നുണ്ട്, ഒന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ശേഷം ഞാനിടുന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.